ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനീ ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേः പ്രകോഷ്ഠേ മുഷ്ടൗജസ്തഗയതി നിഗൂഢാന്തരമുമേ. സൗന്ദര്യലഹരി ശ്ലോകം 47. ഹരി ഓം. അല്ലയോ ഉമേ, വിളിക്കുകയാണ്. ലോകഭയം ഇല്ലാതാക്കുന്നതിന് യത്നിച്ച് മനോവ്യത അനുഭവിക്കുന്നവളെ, അവിടുത്തെ അല്പം വളഞ്ഞ പുരികങ്ങൾ വണ്ടുകളെപ്പോലെ പ്രകാശിക്കുന്ന കണ്ണുകളാൽ ഞാൻ പൂട്ടിയതും മുഴം കൈകൊണ്ടും മുഷ്ടി കൊണ്ടും മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിഗൂഢമായിരിക്കുന്ന മധ്യഭാഗത്തോടു കൂടിയതും ഇടത് കൈകൊണ്ട് മറയ്ക്കപ്പെട്ടതുമായ കാമദേവൻ്റെ വില്ലാണെന്ന് ഞാൻ ഭാവന ചെയ്യുന്നു. ദേവീ രൂപവർണ്ണന തുടരുകയാണ്. ദേവിയുടെ പുരികക്കൊടിയുടെ സൗന്ദര്യ മഹിമയാണ് ഈ ശ്ലോകത്തിൽ വെളിവാകുന്നത്. ദേവിയുടെ പുരികക്കൊടി കാമദേവൻ്റെ വില്ലുപോലെയുള്ള ആകൃതിയൊത്തതാണ്. ഈ വില്ലിൻ്റെ ബാണങ്ങൾ അവിടുത്തെ നേത്രങ്ങൾ തന്നെ. പുരികക്കൊടി വളച്ചുള്ള നോട്ടം കാമദേവൻ്റെ വില്ലുകുലച്ച് അമ്പെയ്യുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അവിടുത്തെ പുരികക്കൊടിയുടെ മധ്യഭാഗം രോമമില്ലാതെ വിട്ടുനിൽക്കുന്നത് കാണുമ്പോൾ അവിടം വില്ലു പിടിച്ചിരിക്കുന്ന കാമദേവൻ്റെ മുഷ്ടിയാലും മുഴം കയ്യാലും മറയ്ക്കപ്പെട്ടതാണെന്ന് തന്നെ തോന്നുന്നു. അപ്രകാരമുള്ള അവിടുന്ന് അടിയനെ അനുഗ്രഹിച്ചാലും. ഹരി ഓം.